കേരളത്തിലെ ഇടതുപക്ഷത്തെ തകർത്ത് RSS അജണ്ട നടപ്പിലാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം PA ബാബു. തിരുവില്ലാമല VK സ്മാരക വായനശാല ഹാളിൽ നടന്ന LDF തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു PA ബാബു. ഇന്ത്യയിലാകെ ഇടതുപക്ഷത്തിന്റെ ബദൽ നയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത് കേരളത്തിലെ ഏക ഗവൺമെന്റാണ്. ഈ കേരളത്തിലെ ഇടതുപക്ഷത്തെ തകർത്ത് ഇന്ത്യയിൽ RSSന്റെയും BJPയുടെയും നയങ്ങളെ ചോദ്യം ചെയ്യാനുള്ള ശക്തി ഇല്ലാതാക്കുക എന്നതാണ് RSS ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം. RSS ഇന്ത്യ രാജ്യത്ത് ഉയർത്തിയ മുദ്രാവാക്യം കോൺഗ്രസ് മുക്ത ഭാരതമാണ്. ആ ലക്ഷ്യം ഏകദേശം അവർ നിറവേറ്റി. കോൺഗ്രസ് എന്തോ എന്ന് ചോദിച്ചാൽ എപ്പോൾ വേണമെങ്കിലും BJPക്ക് വില കൊടുത്ത് വാങ്ങാവുന്ന ആളുകൾ മാത്രമായി കോൺഗ്രസ് മാറി. കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് നോക്കിയാൽ ഒറ്റ രാജ്യസഭാ MP പോലും കോൺഗ്രസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടു. ബീഹാറിൽ കോൺഗ്രസിന്റെ MP BJPക്ക് അനുകൂലമായി വിജയിച്ചു. ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിന്റെ MLA BJPക്ക് അനുകൂലമായി വിജയിച്ചു. അപ്പോൾ കോൺഗ്രസിന്റെ MLA യാതൊരു മടിയുമില്ലാതെ BJPക്ക് അനുകൂലമായി വിജയിക്കുക. അതാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം കണ്ടത്. ചേലക്കരയിലെ LDF സ്ഥാനാർത്ഥി UR പ്രദീപിന്റെ വിജയത്തിനായി ഊർജിതമായ പ്രവർത്തനം ആഹ്വാനം ചെയ്തുകൊണ്ടാണ് തിരുവില്ലാമല പഞ്ചായത്ത് കൺവെൻഷൻ VK സ്മാരക വായനശാല ഹാളിൽ നടന്നത്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം KR സത്യൻ അധ്യക്ഷത വഹിച്ച കൺവെൻഷനിൽ കേരള കോൺഗ്രസ് എം പ്രസിഡന്റ് ലിജിൻ ഫ്രാൻസിസ്, RJD ജില്ലാ സെക്രട്ടറി കൃഷ്ണകുട്ടി, CPI ചേലക്കര മണ്ഡലം കമ്മിറ്റി അംഗം ദീപ S. നായർ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മധു ആനന്ദ്, CPIM ചേലക്കര ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KP ഉമാശങ്കർ, KR മനോജ് കുമാർ, ദിലീപ് മോൻ, CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ C. ഗോപദാസ്, കുമാരൻ, ഗ്രാമപഞ്ചായത്ത് അംഗം അംബിക രാമകൃഷ്ണൻ തുടങ്ങി നിരവധി വർഗ ബഹുജന സംഘടനാ നേതാക്കളും കൺവെൻഷനിൽ സന്നിഹിതരായിരുന്നു.